നേർച്ചയും തെരഞ്ഞെടുപ്പും തമ്മിൽ ബന്ധമില്ല. ഞാൻ ഇവിടെ MLA ആയ, തൃക്കാക്കര MLA ആയ അന്ന് തൊട്ട് ആരംഭിച്ചതാണിത്. അങ്ങനെ ആരംഭിക്കാൻ കാരണം എടപ്പള്ളി പള്ളി പെരുന്നാള് ഈ നാടിന്റെ ഒരു ദേശീയ ഉത്സവം പോലെയാണ്. നാനാജാതി മതസ്ഥർ ഈ പ്രദേശത്ത് നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തും എത്തിച്ചേർന്ന് അവരിവിടെ ഒരുമിച്ച് കൂടാറുണ്ട്. എടപ്പള്ളി പള്ളിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴി നേർച്ചയാണ്. അപ്പൊ ഈ ഒരു നാടിന്റെ ആചാരത്തിൽ, ഒരു നാടിന്റെ അനുഷ്ഠാനത്തിൽ പങ്കുചേരുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ആവേശകരവും അതുപോലെ തന്നെ അഭിമാനവുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ ഈ കോഴി നേർച്ച ഇവിടെ നടത്താറുണ്ട്. കോവിഡിന്റെ കാലഘട്ടത്തിൽ മാത്രം ഇത് നടത്താൻ സാധിച്ചില്ല. ഇതെല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നമാണ്. ഇവിടെയുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ, സ്നേഹിതന്മാർ, ജനപ്രതിനിധികൾ, ഇവിടെ സാധത്ത് ഇവിടെയുണ്ട്. ഇവിടുത്തെ എല്ലാ MLA മാരും ഇവിടെ എത്തിച്ചേരും. ഈ പ്രദേശത്തുള്ള എല്ലാ സുഹൃത്തുക്കളും കൂടി ഒത്തുചേർന്ന് ഒരു ദിവസം മാറ്റിവെച്ച് ഇത് നടത്തുന്നു. ഞങ്ങളെ വ്യക്തിപരമായി പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ നടക്കുന്ന എല്ലാ ഉത്സവവും ആ നാടിന്റെ ഒരു ഉത്സവമാണ്. എല്ലാ ഉത്സവവും നമുക്കറിയാം, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ഒരു മതേതരത്വത്തിന്റെ സന്ദേശമാണ് എല്ലായിടത്തും കൊടുക്കുന്നത്. എടപ്പള്ളി പള്ളിയും അതുപോലെ ഇവിടെ നടക്കുന്ന പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഇത്തരം പരിപാടികളും അതൊരു മതേതരത്വത്തിന്റെ ഒരു സന്ദേശം കൂടിയുണ്ട്. ഈ പന്തലിൽ നമുക്കറിയാം ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാനിപ്പോ കണ്ട് പരിചയപ്പെട്ട പലരും ക്രിസ്ത്യൻസ് മാത്രമല്ല, അവർ ഹിന്ദുക്കളുണ്ട്, അതുപോലെ തന്നെ മുസ്ലിങ്ങളുണ്ട്, മറ്റു സമുദായക്കാരുണ്ട്. അപ്പോൾ ഒരു ആചാരം, അനുഷ്ഠാനം ഒരു നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി നിൽക്കുന്നുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഇതിൽ പങ്കെടുക്കും. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും, കോഴിവെപ്പും നടക്കും, ഇത് രണ്ടും നടക്കും. ഇപ്പൊ വേറെ ഒരു അന്തരീക്ഷത്തിലല്ല നമ്മൾ ഇരിക്കേണ്ടത്. പ്രശ്നങ്ങൾ പരിഹരിച്ച് അത്തരം കാര്യങ്ങൾക്ക് അടുത്ത് തന്നെ തീരുമാനം ഉണ്ടാകുമെന്നുള്ള ആത്മാർത്ഥമായ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയ കാര്യത്തിലില്ല.